ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം ഈ ദിവസങ്ങളിലെല്ലാം ദാവീദിനെക്കുറിച്ചും ദാവീദിൻ്റെ ആഗ്രഹത്തെക്കുറിച്ചും ദാവീദ് എഴുതിയ സങ്കീർത്തനങ്ങളെക്കുറിച്ചും നാം പഠിക്കുകയായിരുന്നല്ലോ. ഇന്ന് നമുക്ക് ദാവീദിൻ്റെ ഒരാഗ്രഹത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. നമ്മുടെ ജീവിതത്തിലെല്ലാം പല ആഗ്രഹങ്ങളുണ്ട്. നമ്മുടെ പലർക്കും നമ്മൾ ആ ആഗ്രഹങ്ങളെല്ലാം പ്രാർത്ഥനയായിട്ട് നമ്മൾ ദൈവത്തോട് പറയാറുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന അനേക കാര്യങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങളാണ്. നമ്മുടെ മക്കളെക്കുറിച്ച്, നമ്മൾക്ക് കിട്ടുന്ന നമ്മളെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഡിഗ്രിയെക്കുറിച്ച്, ബുദ്ധിയെക്കുറിച്ച്, നമ്മുടെ വീടിനെക്കുറിച്ച്, നമ്മുടെ ആഗ്രഹങ്ങൾ, മക്കളുടെ ഭാവിയെക്കുറിച്ച്, അവരുടെ വിവാഹത്തെക്കുറിച്ച്, ഇങ്ങനെ അനേക ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതെല്ലാം നമ്മൾ പ്രാർത്ഥനയാൽ കർത്താവിനോട് പറയും. കർത്താവ് നമുക്ക് തക്ക സമയത്ത് നമുക്കതെല്ലാം ഉത്തരം തരികയും ചെയ്യുന്ന ദൈവമായിട്ട് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരാഗ്രഹമാണ് ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ദാവീദിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഓർത്തു, വളരെ മാതാപിതാക്കൾ തന്നെ അവഗണിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു വീട്ടിലൊരു നല്ല ഒരു പാർട്ടി പോലെ ഉണ്ടാകുമ്പോൾ എല്ലാ മക്കളെയും വിളിക്കുന്ന ഒരവസ്ഥയാണ്. എന്നാൽ ശൗമേൽ ആ ഭവനത്തിൽ വന്നു, അവിടെ സദ്യയുണ്ട്, അല്ലെങ്കിൽ അവിടെ ഇതുണ്ട്. അതിന് പകരമായിട്ട് വയലിലായിരുന്ന ദാവീദിനെ അവിടെ വിളിക്കുന്നതായിട്ട് കാണുന്നില്ല. മറ്റുള്ള മക്കളെയെല്ലാം പരിചയപ്പെടുത്തിയപ്പോഴും ദാവീദിനെ പരിചയപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണുന്നില്ല. അങ്ങനെ ദാവീദ് ഒരു ബാലനായിട്ട്, ഒരു ആട്ടിടയനായിട്ടുള്ള ആ അവസ്ഥ ആദ്യകാല ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം ദാവീദ് ശൗലിനെ പേടിച്ചുള്ള ഓടി നടക്കുന്ന കാഴ്ചയാണ്. നശിപ്പിക്കരുത്, ഞാൻ നശിക്കുമോ എന്നുള്ള പേടിയാൽ ഭയന്ന് നടക്കുന്ന, ആ വയലിൽ ഒളിച്ചു നടക്കുന്ന, അല്ലെങ്കിൽ അതിനുശേഷം മരുഭൂമിയിൽ കൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ദാവീദിനെയാണ് കാണുന്നത്. എന്നാൽ പലപ്പോഴും ദാവീദ് അങ്ങനെ അലഞ്ഞു തിരിക്കുന്ന സന്ദർഭങ്ങളിലും ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരു ദൃഢമായിട്ടുള്ള ഒരു വിശ്വാസം അവനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ ആഗ്രഹം അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദാവീദ് രാജാവ് ശത്രുക്കളോടുള്ള ബന്ധത്തിൽ പറയുകയാണ്, എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഞാൻ ഇടറി വീഴുകയില്ല, എന്നാൽ എൻ്റെ ശത്രുക്കൾ ഇടറി വീഴും. അത്ര ധൈര്യം ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. കാരണം ദാവീദ് ദൈവത്തോട് അടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അവന് ഭയം എന്നുള്ളത് ഇല്ലെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് 27 സങ്കീർത്തനത്തിൻ്റെ 11 വാക്യത്തിൽ നാം കാണുന്നത്, യഹോവേ, നീ എൻ്റെ വഴി എന്നെ കാണിക്കണമേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. ദാവീദിനറിയാം, ദാവീദിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, നേരായിട്ടുള്ള വഴിയിൽ എന്നെ നടത്തണം. എൻ്റെ കാര്യങ്ങളെല്ലാം ദൈവം നോക്കും. അവൻ സർവശക്തനാണ്, എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല, അവൻ എന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, എൻ്റെ വഴി യഹോവ അറിയുന്നു. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, എൻ്റെ ഇഷ്ടപ്രകാരം നടത്തണമെന്നുള്ളതല്ല, എൻ്റെ ആവശ്യപ്രകാരം എൻ്റെ ഇഷ്ടമുള്ള വഴിയിൽ നടത്തണമെന്നുള്ളതല്ല ദാവീദിൻ്റെ ആഗ്രഹം. ദാവീദിൻ്റെ ആഗ്രഹം പറയുകയാണ്, യഹോവേ, നിൻ്റെ വഴി എന്നെ കാണിക്കണമേ, നിൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. അതെ, നേരെയുള്ള പാതയിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്ന ദാവീദിനെ നമുക്ക് ഒന്നാമതായിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെ അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം, അത് 4 വാക്യത്തിൽ നമുക്ക് കാണുന്നു, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ഇതാണ് ദാവീദിൻ്റെ ആഗ്രഹവും അവൻ്റെ പ്രാർത്ഥനയും. ഇത് വായിച്ചപ്പോൾ പ്രിയ സഹോദരിമാരെ, എൻ്റെ ആഗ്രഹത്തിൽ നിന്ന് എന്ത് വ്യത്യസ്തമായ ആഗ്രഹമാണ് ദാവീദിനുള്ളത്. ദാവീദിന് അവനെ ഓടിക്കുന്ന ശത്രുക്കളുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാനല്ല, അവന് ഭവനത്തിന് വേണ്ടിയല്ല, കൊട്ടാരത്തിന് വേണ്ടിയല്ല, രാജ്യത്തിന് വേണ്ടിയല്ല, ഇതൊക്കെ ദൈവം അവന് കൊടുക്കുമെന്ന് അവനറിയാം. എന്നാൽ അതിനൊന്നും അവന് വേണ്ടിയല്ല അവൻ പഠിക്കുന്ന യഹോവയുടെ മനോഹരത്വം കാണണം. യഹോവയുടെ മനോഹരത്വം ഒന്ന് കണ്ടാൽ പിന്നെ നമുക്ക്
നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചിന്താഗതികൾക്കൊരു വ്യത്യാസമുണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യഹോവയുടെ മനോഹരത്വം എന്താണ്? യഹോവയ്ക്കുള്ള മനോഹരത്വം മോശ ദൈവത്തോട് പറയുന്നുണ്ട്, എനിക്ക് അങ്ങേ ഒന്ന് കണ്ടാൽ മതി. പക്ഷേ യഹോവ പറയുന്നു, ഞാൻ വിശുദ്ധനാകിയല്ല, എൻ്റെ മുഖം നിങ്ങൾക്ക് ആർക്കും കാണാവതല്ല, അതുകൊണ്ട് നീ എൻ്റെ പിറകുവശം കാണും. മോശ ആഗ്രഹിച്ചു ദൈവത്തിൻ്റെ പിറകുവശം കാണുവാനുള്ള ഭാഗ്യം ദൈവത്തിന് മോശയ്ക്ക് സാധിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയുള്ള ഒരാഗ്രഹമാണ് യഹോവയുടെ മനോഹരത്വം കാണുവാൻ അവൻ ആഗ്രഹിച്ചു. അങ്ങനെ യഹോവയുടെ മനോഹരത്വം കാണുവാനായിട്ട് ദാവീദിനും സാധിച്ചു. തൻ്റെ കണ്ണുകൾ കൊണ്ടല്ല, തൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ കൊണ്ട് യഹോവ ആരാണെന്ന് മനസ്സിലാക്കി അവനെ സ്തുതിപ്പാനും അനേക സങ്കീർത്തനങ്ങൾ എഴുതുവാനും ദാവീദിന് സാധിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമത് അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കുക, ദൈവത്തിൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കുക. അവൻ്റെ ആഗ്രഹം അതായിരുന്നു. അവന് ഒരു സ്വന്തമായിട്ട് ഒരു ആലയം അവൻ്റെ ഭവനം പണിയുന്നതിന് മുമ്പായിട്ട് അവനൊരാഗ്രഹമുണ്ടായിരുന്നു, യഹോവയ്ക്ക് വേണ്ടി ഒരാലയം പണിയണം. അതവൻ പറയുകയും ചെയ്തതാണ്. എന്നാൽ യഹോവ അവനോട് പറഞ്ഞു, നിൻ്റെ കയ്യ് രക്തം പുരണ്ടതുകൊണ്ട് ഒരാലയം പണിവാനായിട്ട് നിനക്ക് സാധിക്കില്ല, അത് നിൻ്റെ മകൻ ചെയ്തു കൊടുക്കും. അതിനുവേണ്ടി എല്ലാം ഒരുക്കി വെച്ചതായിട്ട് നമുക്ക് കാണുന്നതാണ്. അങ്ങനെ ഒരു മന്ദിരത്തിൽ അവൻ്റെ മന്ദിരത്തിൽ, യഹോവയുടെ മന്ദിരം അത് വലിയതാണ്, അത് ഏറ്റവും മനോഹരമായിരിക്കണമെന്ന് ദാവീദ് ആഗ്രഹിക്കുകയും ആ മന്ദിരത്തിൽ ധ്യാനിപ്പാനും അവൻ ആഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടത് തന്നെ. അതെ, യഹോവയുടെ ആലയത്തിൽ യഹോവ വസിക്കുന്ന സ്ഥലമാണ്. എൻ്റെ ആയുഷ്കാലമൊക്കെയും യഹോവയോട് കൂടെ പാർക്കുക. ആ സഹിത്വം, യഹോവയുമായിട്ടുള്ള സഹിത്വം അവൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ആഗ്രഹിക്കുന്നു കഴിഞ്ഞിട്ട് അവൻ്റെ ധൈര്യമാണ്, അവൻ്റെ വിശ്വാസമാണ്, എൻ്റെ പ്രശ്നങ്ങളിൽ, എൻ്റെ പ്രതിസന്ധികളിൽ യഹോവ എന്നെ നടത്തും. ഇവിടെ 4 ആഗ്രഹങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് യഹോവയുടെ മനോഹരത്വം കാണണം. രണ്ടാമതായിട്ട് അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം. മൂന്നാമതായിട്ട് യഹോവയുടെ ആലയത്തിൽ തന്നെ അവന് പാർക്കണം. നാലാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും, എൻ്റെ വഴി നേരെയുള്ള പാതയിൽ കർത്താവേ നീ എന്നെ നടത്തണമേ എന്ന് അവൻ പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ആരുമില്ലാത്ത ഒരു വ്യക്തിയെ എന്നുള്ള രീതിയിലാണ് അവൻ പറയുന്നത്. എൻ്റെ അപ്പനും അമ്മ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിൽ യഹോവ എന്നെ ചേർത്തുകൊള്ളും. യഹോവേ നിൻ്റെ വഴി എന്നെ കാണിക്കണമേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. ഈ ആഗ്രഹങ്ങൾ ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവം സാധിപ്പിച്ചു കൊടുത്തു എന്നുള്ളത് അവൻ്റെ വരുംകാല ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവനൊരു പിതാവായിട്ട് നിന്ന് അവനെ നടത്തി പരിപാലിച്ചു, അവന് നേരായിട്ടുള്ള വഴി കാണിച്ചു കൊടുത്തു. അവനൊരു രാജാവാകുവാനും അവൻ ദൈവത്തിൻ്റെ മനോഹരത്വം കാണുവാനും അവന് സാധിച്ചു. മാത്രമല്ല അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുന്നത്, എൻ്റെ ഹൃദയപ്രകാരമുള്ള, അല്ലെങ്കിൽ എൻ്റെ ഹൃദയം ആ നേരായുള്ള വഴിയിൽ നടന്ന് ഞാൻ ആ കർത്താവിൻ്റെ വഴി അറിഞ്ഞ് അവൻ്റെ ഹൃദയപ്രകാരം നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് ദാവീദിനെ ദൈവം പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിലെ ആഗ്രഹങ്ങളൊക്കെ നാം വെച്ചുകൊണ്ടിരുന്നാൽ ചിലതെല്ലാം നമുക്ക് കിട്ടിയെന്ന് വരും, ചിലതെല്ലാം നമുക്ക് കിട്ടിയില്ല എന്ന് വരും. ദുഃഖങ്ങളും കഷ്ടതകളും മാത്രമായിട്ട് നമ്മുടെ ജീവിതം തീരും, കണ്ണുനീര് മാത്രമായിട്ട് തീരും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊന്ന് ആഗ്രഹിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. യഹോവയുടെ മനോഹരത്വം, അവൻ്റെ ആ വലിപ്പം. ഉസ്സ രാജാവ് യഹോവയുടെ മനോഹരത്വം കണ്ടപ്പോൾ അവന് യെശയ്യാപ്രവചനം 6-ാം പുസ്തകത്തിൽ നാം കാണുന്നത്, യെശയ്യാവ് കണ്ടപ്പോൾ യെശയ്യാവ് ഭയന്നു വിറച്ചു. അവൻ്റെ യഹോവയുടെ മനോഹരത്വം അവൻ ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ്റെ യഥാർത്ഥമായിട്ടുള്ള അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയുകയാണ്, ഞാൻ ശുദ്ധിയില്ലാത്ത അതിരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതിരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ട് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സറാഫുകൾ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കുടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. അതെൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇത് നിൻ്റെ അതിരങ്ങളെ തൊട്ടതിനാൽ നിൻ്റെ അകൃത്യം നീങ്ങി, നിൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അവിടെ ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ യെശയ്യാവ് യഹോവയുടെ മഹത്വം കാണുവാനായിട്ട് സാധിച്ചു. ഇവിടെ ദാവീദും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. യഹോവയുടെ മഹത്വം ഒന്ന് കാണണം, അവൻ്റെ ആലയത്തിൽ ഒന്ന് വസിക്കണം, അവനോടുകൂടെയുള്ള സഹവാസം അത് അവൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവ്
കർത്താവ് നമ്മളോട് കൂടെ വസിച്ച് നമ്മളെ വഴി നടത്തും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ യഹോവേ നീ എൻ്റെ വഴി കാണിച്ചു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവേ നിൻ്റെ മനോഹരത്വം കാണണം, നിൻ്റെ ആലയത്തിൽ എനിക്ക് വസിക്കണം, എനിക്ക് അങ്ങോട്ട് കൂടെ വസിക്കണം എന്നുള്ളത് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ കർത്താവിനോട് പറവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിനോട് കൂടെ നാം വസിക്കുമ്പോൾ കർത്താവ് നമ്മളോട് കൂടെ വസിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മളത് കാണിക്കുന്നത്, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്നറിയും. അതേ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് ജീവിച്ചാൽ കർത്താവ് നമ്മളിൽ, നാം കർത്താവിൽ എന്നുള്ള ആ ധൈര്യത്തോടു കൂടെ ജീവിക്കുവാനായിട്ട് സാധിക്കും. അതിനായി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.